ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മളിന്നൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ട്രൈ ചെയ്യണത്. അതായത് ഒരു ബ്രെഡ്, ഒരു സാൻഡ്വിച്ച്, അതേപോലെ കുറച്ച് ഫ്രൂട്ട്സ്, ഒരു വെജിറ്റബിൾസൊക്കെ കൂടി റെഡിയാക്കിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യണത്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ ഈ പുട്ട്, ഇഡ്ഡലി, ദോശ, ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കണതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഇങ്ങനെ ട്രൈ ചെയ്യണത് വളരെ നല്ലതാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചു, അതേപോലെ കുക്കുംബറും കട്ട് ചെയ്ത് വെച്ചു. ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കാനും വേണം, അതേപോലെ കുറച്ച് നമുക്ക് കഴിക്കാനും വേണം കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ രീതിയിലാട്ടോ ഇത് ഉണ്ടാക്കണേ. വേറെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടല്ല. എനിക്ക് എങ്ങനെയാണ് കംഫോർട്ട്, കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ട്രൈ ചെയ്യണത്. നമ്മളപ്പോൾ ക്യാരറ്റ്, കുക്കുംബർ എല്ലാം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്ത് വെച്ചു. 3 ക്യാരറ്റാട്ടോ ഞാൻ എടുത്തത്. ഒരു കുക്കുംബറും എടുത്തു. ക്യാരറ്റ് ചെറുതായതുകൊണ്ടാട്ടോ 3 എണ്ണം എടുത്തത്. അതൊക്കെ നമ്മൾ അതിൻ്റെ തൊലി കളഞ്ഞ് എടുത്തു വെച്ചു. നമ്മൾ തൊലി കളഞ്ഞ് വെച്ച ക്യാരറ്റും കുക്കുംബറൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിടാം കേട്ടോ. വട്ടത്തിൽ തന്നെയാണ് അരിയുന്നത്. ഇപ്പം ഞാൻ അരിയണത് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. എനിക്ക് ഇതാണ് കുറച്ചുകൂടിയും കംഫർട്ടായിട്ട് തോന്നുന്നത്. ചെറുപ്പത്തിൽ തൊട്ട് ശീലിച്ചുകൊണ്ടായിരിക്കും. എനിക്ക് മറ്റേ ബോർഡൊന്നും വെച്ച് അരിയാനായിട്ട് അത്ര വശമില്ല. അതിനും കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഞാൻ അരിയണത് ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് തന്നെയായിരിക്കും. കയ്യിലൊരു ഫിംഗർ ക്യാപ്പും കൂടി എപ്പോഴും ഇടാറുണ്ട്. ഇപ്പം ഞാൻ അത് ഇട്ടില്ല. പെട്ടെന്ന് തന്നെ ഞാൻ ക്യാരറ്റും കുക്കുംബറൊക്കെ എനിക്ക് വേഗം സ്പീഡ് കിട്ടണത് ഇങ്ങനെ അരിയുമ്പോഴാട്ടോ. പിന്നെ കുറച്ച് ക്യാബേജും കൂടിയും അരിഞ്ഞു വെച്ചിട്ട് അത് നീളത്തിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിയാട്ടോ. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അരിയാം. ഞാൻ എൻ്റെ രീതിയിൽ തന്നെയാട്ടോ നീളത്തിൽ കുറച്ച് ക്യാബേജും കൂടി അരിഞ്ഞു വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രെഡ് എടുത്തു വിട്ടു. നമ്മളിപ്പോൾ ഇന്നൊരു 8 പീസ് എടുത്താൽ തികയില്ല. ഓരോരുത്തർക്ക് 2 പീസ് വെച്ച് വേണമല്ലോ. ഇന്ന് പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ കൂടി വേണ്ടതുകൊണ്ട് നമ്മളൊരു 12 പീസ് ബ്രെഡാണ് നമ്മളിന്ന് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരു പാത്രത്തിൽ നെയ്യ് വെച്ചിട്ട് അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഓവനിൽ വെച്ച് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്രെഡെല്ലാം എടുത്തു വെച്ചു. ഇനി പിന്നെ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് തേക്കുക. നെയ്യ് തേച്ചിട്ട് നമ്മൾ ബ്രെഡ് ഇട്ടിട്ട് 2 സൈഡും ഒന്ന് നല്ലവണ്ണം മൊരിയിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ചെയ്യായിരിക്കും, പക്ഷെ എനിക്ക് കംഫർട്ടായിട്ടും പിള്ളേർക്ക് കുറച്ചുകൂടി ഇഷ്ടം ഈ ഒരു രീതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് പരട്ടിയിട്ട് ബ്രെഡ് 2 സൈഡും കൂടി മൊരിയിച്ചെടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ മൊരിയിച്ചെടുത്ത ബ്രെഡിലെല്ലാം മറ്റേ ചീസ് ബ്രെഡാണ് നമ്മൾ തേക്കുന്നത്. അത് ഒരു അമൂലിൻ്റെ ഒരു പെപ്പർ ടേസ്റ്റ് വരുന്ന ഒരു ചീസ് ബ്രെഡാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അത് നമ്മൾ എല്ലാ ബ്രെഡിലും തേച്ച് പിടിപ്പിച്ചിട്ട് അതിലേക്ക് ഈ കുക്കുംബറും ക്യാരറ്റും ക്യാബേജും കൂടി വെച്ച് ബ്രെഡ് മേളിൽ വെച്ചിട്ട് നമ്മൾ ഓവനിൽ ചൂടാക്കി എടുക്കുകയാണ് ചെയ്യണത്. അടുത്തത് നമ്മൾ കുറച്ച് പപ്പായ ഇരിക്കുന്നുണ്ടായിരുന്നു. പപ്പായ ഒരു കഷ്ണം
മുറിച്ചെടുത്തിട്ട് നമ്മളിത് ചെറിയ ചെറിയ പീസാക്കി വെക്കുക കേട്ടോ. പപ്പായയും ഇന്ന് നമ്മൾ ഫ്രൂട്ട്സായിട്ട് വെച്ചത് പപ്പായയും പേരയ്ക്ക കേട്ടോ. അത് രണ്ടും ചെറുതായിട്ട് മുറിച്ചെടുക്കുകയാണ്. കൊച്ചി എണീറ്റ് പോയി പിന്നെ കേട്ടോ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തേക്കുന്ന കാര്യം ഓർത്തത്. അപ്പോൾ ഞാൻ അങ്ങനെ അതേപോലെ കശുവണ്ടിയും മുന്തിരിയും ഈന്തപ്പഴവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇപ്പോഴാട്ടോ ഞാൻ ഓർത്തത്, അതുകൊണ്ട് ഞാൻ നേരത്തെ എടുത്ത് വയ്ക്കാൻ പറഞ്ഞത്. പിന്നെ പിള്ളേരൊന്നും കൊണ്ടുപോകണത് ഈ ബ്രെഡ് തന്നെയാട്ടോ. അവർക്ക് അത് മതി എന്നാണ് പറഞ്ഞേക്കണം. ഞാൻ സാധാരണ സ്കൂളിൽ അത് കൊടുത്തയക്കാറില്ല. ഉച്ചയ്ക്ക് എപ്പോഴും ചോറ് അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് കൊടുത്തയക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത് ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് ബ്രെഡ് തന്നെ മതി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ കുഞ്ഞിക്ക് പാക്ക് ചെയ്യുകയാണ്. അവൾക്ക് കുറച്ച് 2 കഷ്ണം ബ്രെഡും അതേപോലെ ക്യാരറ്റും കുക്കുംബറും പേരയ്ക്കൊക്കെ കൂടി വെച്ചിട്ട് അതൊന്ന് അത്രയും മതി എന്നാണ് പറഞ്ഞത്. കുറച്ച് നട്ട്സും കൂടി മുന്തിരി നട്ട്സും കൂടി ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.